നമസ്കാരം. ശബരിമല ക്ഷേത്രത്തിൽ നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന സ്വർണ്ണ കവർച്ച സംബന്ധിച്ച അന്വേഷണം ഇപ്പോൾ അതിനിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ കേസിൽ മൂന്നാമത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് സംഭവത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയാണ്. കേവലം മോഷണത്തിനപ്പുറമായിട്ട് ക്ഷേത്രത്തിലെ സുരക്ഷാ സംവിധാനങ്ങളെയും ഭരണനിർവഹണത്തിലെ വിശ്വാസ്യതയെയും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ മാറി മറിഞ്ഞിട്ടുണ്ട്. നിയമപരമായിട്ടുള്ള നടപടികൾ പുരോഗമിക്കുന്നതിലൂടെ ഈ ക്രമക്കേടുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ വ്യക്തികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ. ഈ കേസിൻ്റെ വിജയം ഭാവിയിൽ ദേവസ്വം ഭരണത്തിൽ കൂടുതൽ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പുവരുത്തുന്നതിന് അനിവാര്യമാണ്. ഈ കവർച്ചാ സംഭവങ്ങൾ നടന്നത് വളരെ കൃത്യമായ ആസൂത്രണത്തിലൂടെയാണ്. 2019 മാർച്ച് മാസത്തിലാണ് ക്ഷേത്ര വാതിൽപ്പാളിയിലെ സ്വർണം കടത്തിക്കൊണ്ടുപോയി ഉരുക്കി മാറ്റിയതായിട്ട് കണ്ടെത്തിയത്. ഇത് നടക്കുമ്പോൾ അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ പദവി വഹിച്ചിരുന്നു. ഇതിന് പിന്നാലെ അതേ വർഷം ഓഗസ്റ്റ് മാസത്തിൽ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഭാഗമായിരുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണവും കവർച്ച ചെയ്യപ്പെട്ടു. തുടർച്ചയായിട്ട് നടന്ന ഈ സംഭവങ്ങൾ ക്ഷേത്രഭരണ സംവിധാനത്തിനകത്ത് തന്നെ വലിയ തോതിലുള്ള അലംഭാവവും ഒത്തുകളിയും നടന്നിരുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. വിശദമായ ഫോറൻസിക് പരിശോധനകളിലൂടെയും അന്വേഷണത്തിലൂടെയും മാത്രമാണ് ഈ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ സ്ഥിരീകരിക്കപ്പെട്ടത് തന്നെ. ആദ്യഘട്ടത്തിൽ കേസിലെ പ്രധാന പ്രതികളായി കരുതപ്പെടുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി, മൂരാരി ബാബു എന്നിവരെ അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് ഈ ക്രമക്കേടുകൾക്ക് സഹായം നൽകിയെന്ന കുറ്റത്തിന് ദേവസ്വം ബോർഡിന്റെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ഡി സുധീഷ് കുമാറിന്റെ അറസ്റ്റും രേഖപ്പെടുത്തുകയുണ്ടായി. ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇദ്ദേഹത്തെ പ്രതി ചേർത്തിരിക്കുന്നത്. അറസ്റ്റിലായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ കേസിന്റെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നതായിട്ടും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ക്രിമിനൽ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ പങ്കാളികളാകുന്നത് ദേവസ്വം ബോർഡിന്റെ വിശ്വാസ്യതയ്ക്ക് തന്നെ ഏൽപ്പിക്കുന്ന ആഘാതം വളരെ വലുതാണ്. ഈ കേസിൽ ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിന് പങ്കുണ്ടെന്ന ആരോപണവും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. സംഭവങ്ങൾ നടന്ന കാലയളവിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്ന പത്മകുമാർ, എൻ വാസു, അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ എന്നിവർക്ക് ഈ കവർച്ചകളെക്കുറിച്ച് അറിവുണ്ടായിരുന്നുവോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. ഒരു കീഴ് ജീവനക്കാരനോ സാധാരണ ഉദ്യോഗസ്ഥനോ മാത്രം വിചാരിച്ചാൽ ഇത്രയും വലിയ ഒരു കവർച്ച നടത്താൻ സാധിക്കില്ല എന്ന നിഗമനമാണ് നിയമവിദഗ്ധരും രാഷ്ട്രീയ നിരീക്ഷകരും പങ്കുവയ്ക്കുന്നത്. അതിനാൽ അന്വേഷണം ലക്ഷ്യമിടുന്നത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച വലിയ സ്വാധീന ശക്തികളെയും രാഷ്ട്രീയ ഇടപെടലുകളെയുമാണ്. 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം 3 വർഷം പിന്നിട്ട് 2019 ശബരിമലയിൽ സ്വർണം മോഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ സജീവമായതും അത് പൂർണ്ണമായും നടപ്പിലാക്കിയത്. ഈ കവർച്ച നടന്ന ഭരണകാലം രാഷ്ട്രീയമായി ചർച്ചാ വിഷയമാക്കുന്നത് ക്ഷേത്രഭരണത്തിൽ രാഷ്ട്രീയ നേതൃത്വം ചെലുത്തുന്ന സ്വാധീനത്തെയാണ്. സംസ്ഥാനത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ കച്ചവടവൽക്കരിക്കപ്പെടുന്നുവെന്ന ആരോപണങ്ങൾക്കിടയിൽ ക്ഷേത്ര സ്വത്തുക്കൾ കവർച്ച ചെയ്യപ്പെട്ട സംഭവം നിലവിലെ സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്തരം ക്രമക്കേടുകൾ തടയുന്നതിൽ അന്നത്തെ ഭരണകൂടത്തിന് വീഴ്ച പറ്റിയോ എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. കേസിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കോടതിയുടെ ഇടപെടൽ അന്വേഷണത്തിൽ ഉണ്ടാകാനിടയുള്ള രാഷ്ട്രീയ സ്വാധീനങ്ങളെയും അട്ടിമറികളെയും ഒക്കെ തന്നെ തടയുന്നതിന് സഹായകരമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനകളിലൂടെ SITക്ക് നിർണായകമായ പല വിവരങ്ങളും ലഭിക്കുകയുണ്ടായി. എങ്കിലും നിയമപരമായിട്ടുള്ള കാരണങ്ങളാലും അന്വേഷണത്തിൻ്റെ രഹസ്യ സ്വഭാവം നിലനിർത്തുന്നതിനാലും തന്നെ ഈ വിവരങ്ങൾ ഇപ്പോൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ പുറത്തുവിടാൻ കഴിയില്ല. എങ്കിലും കേസിൻ്റെ അടുത്ത ഘട്ടത്തിൽ അറസ്റ്റിലാകാൻ സാധ്യതയുള്ള ഉന്നതരുടെ പട്ടിക അന്വേഷണ സംഘം ഇപ്പോൾ തയ്യാറാക്കിയതായിട്ടാണ് പുറത്തുവരുന്ന വിവരം. കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തർ ഈ കേസിൻ്റെ അന്തിമ വിധിക്കായിട്ട് ഇപ്പോൾ കാത്തിരിക്കുകയാണ്. ക്ഷേത്ര വിശ്വാസങ്ങൾക്കും പവിത്രതയ്ക്കും നേരെ നടന്ന ഈ കയ്യേറ്റം അത് ഭക്തരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുകയുണ്ടായി. ഈ കേസിൽ വെളിപ്പെടുത്തേണ്ടത് കേവലം മോഷ്ടാക്കളെ മാത്രമല്ല, മറിച്ച് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട ശക്തികളെയാണ്. അയ്യപ്പൻ്റെ വിഗ്രഹം ചെമ്പാക്കി മാറ്റാനുള്ള ധൈര്യം ഏതാനും സാധാരണ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കില്ല എന്ന പൊതുധാരണ അത് നിലനിൽക്കുന്നതിനാൽ തന്നെ അന്വേഷണ സംഘത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം ഈ കുറ്റകൃത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഉന്നതതല ഗൂഢാലോചനയെ കണ്ടെത്തുക എന്നത് തന്നെയാണ്. ഇതിലൂടെ മാത്രമേ ക്ഷേത്രഭരണത്തിലുള്ള വിശ്വാസം തിരികെ കൊണ്ടുവരാൻ സാധിക്കുകയും. നിലവിൽ അറസ്റ്റുകൾ സാവധാനം എന്നാൽ കൃത്യമായ ഇടവേളകളിൽ നടക്കുന്നതിലൂടെ അന്വേഷണ സംഘം ഓരോ കണ്ണികളെയും നിയമപരമായി തന്നെ ഉറപ്പിച്ച ശേഷം മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നുള്ളൂ എന്നുള്ളതും വ്യക്തമാണ്. അന്വേഷണം അതിൻ്റെ ക്ലൈമാക്സിനോട് അടുത്തിരിക്കുന്നുവെന്ന സൂചനകൾ തന്നെയാണ് ഈ നടപടികൾ വ്യക്തമാകുന്നത്. ഹൈക്കോടതിയും സാക്ഷാൽ ശബരിമല അയ്യപ്പനും നൽകുന്ന ഒരു സന്ദേശം അത് ആരും തിടുക്കം കൂട്ടേണ്ടതില്ല എന്നും നിയമത്തിൻ്റെ വഴിയിൽ പ്രതികൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നുമാണ്. കേസിൻ്റെ നിയമപരമായിട്ടുള്ള നടപടികൾ പൂർത്തിയാക്കി ഈ സംഭവത്തിൽ ഉൾപ്പെട്ട മുഴുവൻ പേരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിലൂടെ നീതി ഉറപ്പാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ കേരള സമൂഹവും അയ്യപ്പ വിശ്വാസികളും.